Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 7th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ സാധാരണ 4 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ് കണ്ടുവരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത് ഒരെണ്ണം ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ലിവറേജ് കണ്ടുപിടിക്കാൻ ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ, കമ്പൈൻഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് മൂന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലമാണ് വരാറ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഒക്കെ നോക്കിയിരിക്കണം. അപ്പോൾ ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം മസ്റ്റാണ്. നമ്പർ 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അതെല്ലാ പേപ്പറിലും വരാറുണ്ട്. അത് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാനോ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കാണാൻ വരാറ്. ഏറ്റവും കൂടുതൽ വരാറ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെറ്റോ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസോ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കഴിഞ്ഞ 9 പ്രാവശ്യമോ അതും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചില സമയത്ത് 2 ക്വസ്റ്റ്യൻ വരെ പ്രോബ്ലം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്, നിർബന്ധമായും ഫോക്കസ് കൊടുത്തിരിക്കണം. അപ്പോൾ പ്രോബ്ലംസ് ശരിക്കും പറഞ്ഞാൽ ഈ 2 ടോപ്പിക്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ കാണാറുണ്ട്. ഇനി പിന്നെ നമുക്ക് പ്രോബ്ലം കണ്ടുവരാറുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ പ്രോബ്ലം, റിക്വയർമെൻറ്റ്സിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, നോക്കിയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ പ്രോബ്ലം അധികം വരാത്തതാണ്, എന്നാലും ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗോർഡൻ മോഡലിൽ, ഗോർഡൻ ഉണ്ട്, വാട്ടേഴ്സ് ഉണ്ട്. ഇത് രണ്ടും എന്തെങ്കിലും നോക്കേണ്ടതാണ്. ഗോർഡൻസും നോക്കണം, ഗോർഡൻസ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടേഴ്സും ഉണ്ട്. ഓക്കെ, ഇതാണ് മറ്റൊരു പ്രോബ്ലത്തിൻ്റെ ഏരിയ. ഇനി തിയറിയുടെ ഏരിയാസിലോട്ട് കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊരു തിയറി എപ്പോഴും വരാറുള്ളതാണ്. അതിൽ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ്, ഇത് രണ്ടും നോക്കി വയ്ക്കുക, അതിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട്. ഒരെണ്ണം വരാം. പിന്നെ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണിത്. പിന്നെ ഫിനാൻഷ്യൽ മാനേജറുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM-ൻ്റെ ഫങ്ഷൻസ് നോക്കണം. ഫങ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡിസിഷൻസ്. ഇതൊക്കെ ബേസിക് തിയറി ചോദ്യങ്ങളാണ്. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം തിയറിയിൽ ഒരെണ്ണം ഇതിൽ നിന്ന് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും ഫോക്കസ് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് ഫാക്ടേഴ്സ് relevant in determining
capital structure. Capital structure. Okay. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി ഏജൻസി കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അത് 2 വെയിറ്റേജിൻ്റെയിലേക്ക് വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഏജൻസി കോൺഫ്ലിക്റ്റ്? ഹൗ ക്യാൻ ദേ ബി മിറ്റിഗേറ്റഡ്? ഹൗ ക്യാൻ ദേ ബി മിറ്റിഗേറ്റഡ്? റിപ്പീറ്റ് അല്ല, ബട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് CAPM അതിൻ്റെ പ്രോബ്ലവും വരാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ തിയറിയും വരാറുണ്ട് കേട്ടോ, അപ്രോച്ച് എഴുതാൻ വേണ്ടിയിട്ട് CAPM മോഡൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും. സ്കോപ്പ് ആൻഡ് objectives of cash മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ തിയറിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. വേരിയസ് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇനി ക്യാപിറ്റലൈസേഷൻ എന്താണ്? അതിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഓവർ ക്യാപിറ്റലൈസേഷൻ, ഫെയർ ക്യാപിറ്റലൈസേഷൻ, ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കാൻ വന്നിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 3 വെയിറ്റേജിൻ്റെ കണ്ടുവന്നിട്ടുള്ള ചോദ്യം. 7 ക്വസ്റ്റ്യൻസിൽ 4 പ്രോബ്ലംസും 3 തിയറി ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രോബ്ലം ലിവറേജിൽ നിന്ന് മസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാണാനോ വർക്കിംഗ് ക്യാപിറ്റൽ കാണാനോ വേണ്ടിയിട്ടുള്ള വേറൊരു പ്രോബ്ലം. പിന്നെ തിയറിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ്, FM-ൻ്റെ ഫംഗ്ഷൻസ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ മാനേജർ, ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 വർഷങ്ങളായിട്ട് അതിൽ നിന്ന് പ്രോബ്ലം ഒരു പ്രാവശ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വേണമെങ്കിലും ചോദിക്കാം. നെറ്റ് ഇൻകം അപ്രോച്ചോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേണമെങ്കിൽ ഒരു പ്രോബ്ലവും നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഏജൻസി കോൺഫ്ലിക്റ്റ് എന്താണ്? ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള CAPM അതിനെപ്പറ്റിയുള്ള തിയറി. വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ ക്യാഷ് മാനേജ്മെൻറ്റ്, പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ്, പിന്നെ ക്യാപിറ്റലൈസേഷൻ, ഓവർ അണ്ടർ ഫെയർ ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ആൻഡ് ഫൈനലി ഇത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷനും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.